ഒന്ന് കുറഞ്ഞ് ബോറടിക്കുമ്പം ഞാനൊന്ന് ടൗൺ വരെ പോകും. എന്തിനാ എഗെയിൻ ആ ഒരു എനർജി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന്. യൂഷ്വലി ഞാൻ കോഴിക്കോടേക്ക് ഒറ്റ ബസ് കയറിയിട്ടാണ് പോകാറുള്ളത്. പക്ഷേ ഇന്നത്തെ ദിവസം 2 മണിക്കൂർ ഒരേ ഇരിപ്പ് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇന്ന് താമരശ്ശേരി വഴി ചുറ്റി ഞാൻ പോയി. ഓൾസോ ഇന്ന് ഞാൻ പ്രിയദർശിനിയിൽ കയറി. ആക്ച്വലി 2ാമത്തെ വട്ടമാണ് ഞാൻ പ്രിയദർശിനിയിൽ കയറുന്നത്. ചിലരൊക്കെ പറയുന്ന കേട്ടു പ്രിയദർശിനിയിൽ ഭയങ്കര തിരക്കാണ്. ഈ റൂട്ടിൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷേ ചില റൂട്ടിലൊക്കെ നല്ല തിരക്കാണെന്നും ഞാൻ കേട്ടു. ഒരു സംഭവം ഉണ്ടായി. ഇങ്ങനെ ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു. ഞാൻ ഊബർ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു കൊച്ചെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യു ലുക്ക് സോ പ്രെറ്റി ആൻഡ് ഒരു മിനിറ്റ്. You look so pretty. I just want to know where you get this belly piercing done എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കോഴിക്കോട് നല്ല ചെയ്തത്, ഞാൻ കൊച്ചിയിൽ നിന്നാണ് ചെയ്തതെന്ന് പറഞ്ഞു. നമുക്ക് ഈ റാൻഡമായിട്ട് ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട് ഓരോ കോംപ്ലിമെൻ്റ് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാനിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഓക്വേർഡ് ഫീൽ ഉണ്ട്. എന്നാലും ഐ എം ട്രൈങ് ടു ഓവർകം ദറ്റ് എന്താ പറയുക, ആ സാധനം എനിക്ക് മാറ്റണം. അതാണ് ഞാനിപ്പം എനിക്കിപ്പോൾ ആക്ച്വലി സാരി എടുക്കണം. എന്നിട്ട് വേണം എനിക്ക് സോനമോളുടെ അടുത്തേക്ക് പോകാൻ. അപ്പോൾ സാരി എടുക്കാൻ ഞാൻ പരാഗപ്പെട്ട് ക്ലോത്ത് കട്ട് ചെയ്ത് വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പരാഗ് SM സ്ട്രീറ്റിലുണ്ടെന്നാണ് അവൾ പറഞ്ഞത്. സോ ഐ എം ഗോയിങ് ടു ദെയർ. പരാഗിലേക്കുള്ള വഴി വെച്ച് അവസാനം വന്നപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് നല്ല ചൂടാണ്. സാരീൻ്റെ ക്ലോത്ത് ഞാൻ നോക്കിയിട്ട് അതിന് മാച്ച് ചെയ്ത ബ്ലൗസ് നോക്കിയപ്പം എനിക്ക് മാച്ചിങ് ബ്ലൗസ് കിട്ടുന്നില്ല. അപ്പം ഞാൻ ബ്ലൗസ് പീസിന് പറ്റിയ സാരി ഉണ്ടോ എന്ന് നോക്കി. അങ്ങനെ ഞാൻ 2 ഓപ്ഷൻസ് എടുത്തു. ഇതാണ് എൻ്റെ 2 ഓപ്ഷൻസ്. അപ്പോൾ ഏതാണ് ഞാൻ ഫൈനലൈസ് ചെയ്തതെന്നുള്ള അടുത്ത വീഡിയോയിൽ കാണിക്കാം. അങ്ങനെ സാരി പർച്ചേസ് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും റാൻഡമായിട്ട് അച്ഛനൊരു ടീഷർട്ട് വാങ്ങിക്കണം എന്നുണ്ട്. അത് കാണുവാണെങ്കിൽ വാങ്ങിക്കണം. ഇനി എനിക്ക് സോനൻ്റെ അടുത്തേക്ക് പോകണം. നല്ല വെയിലുണ്ട്. എനിക്ക് ദാഹിക്കുന്നുണ്ട്. എന്തെങ്കിലും കുടിക്കണം. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കറിയാം എനിക്ക് സ്ട്രീറ്റ് ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഞാൻ അച്ഛനൊരു ടീഷർട്ട് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ ഒരു മൊയ്ത്തോ കുടിച്ചു. ഐ എം നോട്ട് എ മൊയ്ത്തോ ഫാൻ, ബട്ട് ഇതും എനിക്കിഷ്ടമായില്ല. ഭയങ്കര മധുരമായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഞാൻ പകുതി കുടിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോകുന്നു. ആഫ്റ്റർ ദാറ്റ് ഞാൻ ഈ ഒരു കടയിൽ കയറി. ഇവിടെ ഏതെടുത്താലും 30 രൂപ നോക്കണ്ടപ്പോൾ ഞാനിങ്ങനെ കുറേ വീട്ടിലോട്ടുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു. ആകെ മൊത്തം ടയേർഡായി. നല്ല വെയില്. ഞാൻ പ്രതീക്ഷിക്കാതെ ആ കടയിൽ കയറിയപ്പം അവിടെ എന്നും 30 രൂപ. എനിക്കിപ്പം ഈ ഡ്രസ്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനേക്കാട്ടും കൂടുതൽ എനിക്ക് ഈ വീട്ടിലേക്കുള്ള സാധനങ്ങളില്ലേ, എനിക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. മെച്യൂരിറ്റിയൊക്കെ വന്നുകൊണ്ടായിരിക്കാം. സോ ഞാനിപ്പോൾ സോനയുടെ അടുത്തേക്ക് പോട്ടെ. അവൾ എൻ്റെ അടുത്ത് ആക്ച്വലി പറഞ്ഞു എനിക്ക് സാരി വാങ്ങിക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പം അവൾക്ക് അവിടെ കുറച്ച് ലേറ്റ് ആവും. 2 മണിക്കൂർ എടുക്കും എന്തെങ്കിലും പരിപാടിയുടെ കഴിയിട്ട് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇതൊക്കെ ചെയ്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവൾ പരിപാടിയും കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് തന്നെ എടുക്കുമ്പം നല്ല ലേറ്റ് ആവും. ആക്ച്വലി ഇപ്പൊ പോവാനുള്ളത് ഗുജറാത്തി സ്ട്രീറ്റിന്റെ അടുത്താണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കാം അതിന്റെ അടുത്ത് തന്നെ കുറ്റിച്ചിറ ബിരിയാണി. അപ്പൊ പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ഒരു മൊജീറ്റോ കഴിച്ച് ബാക്കി എന്റെ വയറ്റിലെ സ്പേസ് ഇങ്ങനെ ബാക്കി വെച്ച് വെക്കുക ബിരിയാണി. അതിന്റെ അടുത്താണ് അവളുടെ അവളിപ്പം ടാറ്റു ചെയ്യാൻ വേണ്ടിയിട്ട്. അവള് ടാറ്റു ചെയ്യാൻ വേണ്ടി പോയേക്കാം. അപ്പൊ അതിനാണ് ഞാൻ അവൾക്കോട്ട് പോണത്. അപ്പൊ അതിന്റെ അടുത്താന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. കൈ ഫുള്ളടിച്ചാൽ You guys know that I'm a lip gloss girl recently, and ഈ lip gloss is from Inside Cosmetics, and ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് സോൾഡ് ഔട്ട് എവറിവെയർ. ബട്ട് നിങ്ങൾക്ക് ലിങ്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. ടാറ്റു അടിച്ചു. ടാറ്റു റിവീലിംഗ് ടൈം. ഇതാണ് സോനന്റെ പുതിയ ടാറ്റു. എത്രാമത്തെ? ബാക്കി കാണിക്ക്. ഇതെന്താ സാധനം? സ്പേസ്. പിന്നെ ഇവിടുന്ന
Now we have നല്ല ഫിനിഷിങ് അല്ലേ, ആക്ച്വലി ഞാൻ പറഞ്ഞെടുത്ത ഡിസൈൻ ആണ്. ഇനി ഫുൾ സ്ലീവ്ലെസ് ആയിരിക്കും. ഈ പാന്റ്, ഈ ടോപ്പ് എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം അടിച്ചു. കോസ്റ്റ്യൂം ഡിസൈൻ ഒന്നല്ല, എന്റെ ഏത് ഡ്രസ്സും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ എടുത്തോണ്ടിരുന്ന എനിക്ക് മനസ്സിലാക്കില്ല, അടിച്ചു മാറ്റുമല്ല. ഓരോ നാമൊന്നും നമുക്കൊന്നുമല്ല, നിന്റെ വേറെ എന്റെ വേറെ, മനസ്സിലായോ? എല്ലാം ഞാൻ തിരിച്ച് എവിടെയെങ്കിലും എത്തുമ്പോൾ ഇവളുടെ ഫോട്ടോ വീഡിയോ കാണുന്നത് ഓക്കെ ആ ഡ്രസ്സ് അപ്പോൾ കൊണ്ടുപോയി ഞാൻ അറിയുന്നത് തന്നെ. ഞാൻ ചോദിക്കണം ഏതാ എടുക്കുന്നതെന്ന്. അതൊക്കെ പുതിയ ഡ്രസ്സാണ്. ബാക്കി ഇത് ഈ ജീൻസ് ഒക്കെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. തരാൻ നിന്നല്ല അവള് പറഞ്ഞു വേണ്ടാന്ന്, അവക്ക് വേണ്ട, അവക്ക് മടിയാകൊണ്ടോ വേണ്ട പറഞ്ഞിട്ട ഇനി ഡ്രസ്സ് നിർത്തിയത് ചോദിക്കണം. എനിക്ക് ഇടയ്ക്ക് തോന്നും ടാറ്റു അടിക്കണം, പക്ഷെ ദ ഓൺലി തിങ് എനിക്ക് വേണ്ടെന്നല്ല എന്നെ പിന്നോട്ട് വലിക്കുന്നത് എന്താന്ന് വെച്ചാ ഇത് മായ്ക്കാൻ പറ്റില്ലല്ലോ, ഇത് കളയാൻ പറ്റില്ലല്ലോ. നമ്മൾ അത്രയും പെർമനന്റ് ആയിട്ടുള്ള ഡിസിഷൻ അല്ലേ. സോ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു തോട്ട് വന്നിട്ടില്ല. പക്ഷെ എനിക്ക് കാണാനൊക്കെ ഇഷ്ടമായി. അപ്പം സോനടിച്ച ടാറ്റു എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു എപ്പോഴെങ്കിലും. പക്ഷെ പിന്നെ ഞാൻ ചിന്തിക്കട്ടോ, ഒരു ഇങ്ങനെ ഇതൊക്കെ നമുക്ക് ഒരു പ്രായത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ടാറ്റു നമുക്ക് ചിലപ്പോൾ നമ്മൾ സ്ലീവ്ലെസ് ഇടുമ്പോൾ നമുക്ക് ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ടാറ്റു അതിൻ്റെ കൂടെ മാച്ച് ആവും, അങ്ങനത്തെ ഒക്കെ തോട്ടം എനിക്ക്. ഇത് ടെമ്പററി ആയിരുന്നു, കുറച്ച് കഴിഞ്ഞാൽ പോവായിരുന്നേ കുഴപ്പമില്ല, പക്ഷെ അത് പോകത്തില്ലല്ലോ, അതാണ് പ്രശ്നം. എപ്പോഴെങ്കിലും എൻ്റെ മനസ്സ് മാറുമെന്ന് പ്രതീക്ഷിക്കാം. പരിപാടി കഴിഞ്ഞ് അവർക്ക് ഇനി എന്തോ ഒരു റിവ്യൂ വീഡിയോ കൂടെ എടുക്കാനുണ്ട്. സോ നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ തുടങ്ങാം, അപ്പോഴത്തേക്കോളം വരുമായിരിക്കും. ആഗ്രഹിച്ച് ഇവിടെ ബീഫ് ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നതാ. ആഗ്രഹിച്ച് ഞാൻ എന്തായാലും ഇവിടെ ഞാൻ ഓട്ടോയിൽ വരുമ്പോഴേ ഞാൻ പറഞ്ഞു ബീഫ് ബിരിയാണി. അങ്ങനെ ആഗ്രഹിച്ച് വന്നിട്ട് ഇപ്പൊ സമയം 4 മണിയായേ. ബീഫ് ബിരിയാണി തീർന്നിട്ട് 5 മണിയായോ? അവൾക്ക് അവര് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മള് ലേറ്റ്. ഇപ്പോഴും അവള് വന്നിട്ടല്ലേ, അവൾക്ക് എന്തോ റിവ്യൂ എടുക്കാനൊക്കെ അവിടെ നിന്നേക്കുക. സോ തൽക്കാലം ഇപ്പൊ പൊരിച്ച കോഴീന്റെ ബിരിയാണി ഉണ്ട്, ചിക്കൻ ദം ബിരിയാണി ഉണ്ട്. കുഴപ്പമുണ്ടോണെന്ന് ഇത് പൊരിച്ചത് മതി. ഈ KBC ആദ്യമായിട്ടാണ് ഞാൻ ഈ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി കഴിക്കുന്നത്. ആൻഡ് അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട്, നല്ല മൊരിഞ്ഞിരിക്കുന്ന ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു. ആൻഡ് നല്ല ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച ബീഫ് ബിരിയാണി കിട്ടാത്തതിൽ എനിക്ക് നല്ല ഖേദം. ഓക്കെ, അങ്ങനെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഐശ്വര്യതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല ഈ സാധനം. ഇത് കുറേ പേര് കഴിക്കുന്നതുകൊണ്ട് എനിക്കിഷ്ടമല്ല. ഞാൻ അവിടുന്ന് കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചു, എനിക്ക് വീട്ടിൽ വന്ന് ചെമ്മീൻ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ച് കോഴിക്കോടും തിരിച്ച് വീട്ടിലേക്ക് വന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് അവിടെ നല്ല ചില്ലറ സാധനങ്ങൾ വാങ്ങിച്ചത് കാണിച്ചു തരാമെന്ന് വെച്ചു. ഞാൻ ഈ വാട്ടർ കളറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാത്തിനും 30 റുപ്പീസുള്ളൂ. എന്തിനു വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല, കുറച്ച് ന്യൂ ഹോബീസൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഈ ലൂഫ വാങ്ങിച്ചു, പിന്നെ ഇവിടെ ഇതൊക്കെ ഈ സ്റ്റിക്ക് ചെയ്ത് തൂക്കിയിടുന്ന ഈ സാധനമില്ലേ അത് വാങ്ങിച്ചു. ബിക്കോസ് എനിക്ക് കുറച്ച് സാധനങ്ങൾ തൂക്കിയിടാനുണ്ട് എനിക്ക് കിച്ചണിലൊക്കെ. പിന്നെ ഈ ഒരു കുഞ്ഞ് മാർക്കർ വാങ്ങിച്ചു, എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ഒരു ബോക്സ് വാങ്ങിച്ചു, എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. പിന്നെ ഈ പെന്നിട്ട് വെക്കാനുള്ള ഈ ബോക്സ് വാങ്ങിച്ചു. പിന്നെ അമ്മ കുറേ നാളെ പറഞ്ഞു ഉപ്പിട്ട് വെക്കാൻ ഭരണിയില്ലാന്ന്. സോ ഞാനൊരു കുഞ്ഞ് ഭരണി വാങ്ങിച്ചു. ഭരണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധനം. പിന്നെ ഈ ഫ്രിഡ്ജിൽ നമ്മൾ ബാലൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റിയ 2 കുഞ്ഞ് പ്ലാസ്റ്റിക് ബോക്സസ്. പിന്നെ എനിക്ക് എസ്തെറ്റിക് ആയിട്ട് വെക്കാൻ പറ്റിയൊരു ചെടി വാങ്ങിച്ചു, പ്ലാസ്റ്റിക് ആണ്, കുഴപ്പമില്ല, ഞാൻ നാച്ചുറൽ വളർത്തുന്നതായിരിക്കും എത്രയും പെട്ടെന്ന്. പിന്നെ ഒരു റോസ് വാട്ടർ എനിക്ക് ഇടാൻ വേണ്ടിയിട്ട്, റോസ്മേരി വാട്ടർ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ വാങ്ങിച്ചു. പിന്നെ കത്രിക, പിന്നെ ഒരു ഈ സോക്കറ്റ് മൾട്ടി പിൻ ഇങ്ങനെ കുറേ എണ്ണം കുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് വാങ്ങിച്ചു, സോക്കറ്റ് വാങ്ങിച്ചു. പിന്നെയുള്ള അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ. ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ ഇന്ന് വാങ്ങിച്ചത്. ആൻഡ് ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ദിസ് വ്ലോഗ്. ഐ ഹോപ്പ് യു ഗൈസ് ലവ്ഡ് ഇറ്റ്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഡു ലെറ്റ് മീ know in the comments and don't forget to subscribe my channel. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Till then it's signing off from Rinjima AR.